പെണ്ണുങ്ങൾക്ക് പാട്ട് പാടുന്ന ആൾക്കാരോടൊക്കെ ഒരു ചെറിയൊരു താല്പര്യമൊക്കെ ഉണ്ടാവും ഇല്ലേ? എന്തോരോ സുന്ദരിയാണ് സൂര്യക്കുട്ടി ആങ്കറല്ലേ. എനിക്ക് ഇഷ്ടപ്പെടാത്തെന്ന് പറഞ്ഞത് ഇവനെ എപ്പോഴും വെറുതെ ആണെങ്കിൽ ഇപ്പൊ കല്യാണം കല്യാണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കല്യാണം വേണം എനിക്ക് കല്യാണം വേണം എന്ന് പറഞ്ഞ അങ്ങനെയാണ് ഇവന്. പിന്നെ ഇവൻ ക്ലാസ്സിൽ പോകുമ്പോ 10 മിനിറ്റ് ഉള്ളപ്പോ ഇവൻ ക്ലാസ്സിലേക്ക് പോവുള്ളൂ. ഇവിടെ ക്ലാസ്സിലേക്ക് പോകും. ഇപ്പൊ ആൾക്കാരുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ലൈഫാണ്. മലയാളത്തിൽ പറഞ്ഞാൽ മതി. രണ്ട് വിവാദം ഉണ്ടല്ലോ. കാരണം രണ്ട് സങ്കടം ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് ഈ സങ്കടം ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടെന്നല്ല, സങ്കടം ഉണ്ടെങ്കിൽ സന്തോഷമുണ്ട്. നിന്റെ വീഡിയോ കാണുമ്പോ എനിക്ക് ഭയങ്കര വിഷമം മാറും. പിന്നെ ഞാൻ എപ്പോഴും വിളിക്കും, ഫോൺ എടുക്കണം, നിന്റെ സൗണ്ട് കേൾക്കാണ്ട് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഞാൻ ഗേൾസിന് അഡിക്റ്റ് ആയി. ഞാൻ LKG മുതൽ ഒരു 6th സ്റ്റാൻഡേർഡ് വരെ എന്റെ കൂടെ എപ്പോഴും ബാത്റൂമിൽ പോകുമ്പോ വരെ ലേഡീസ് ആയിരുന്നു കൂടെ. വിളിക്കുന്നതാണോ ഇഷ്ടം? ഷോർട്ട് ഫോം ആണ്. JP ഇവരുണ്ടല്ല ജർമ്മനിയിൽ വരെ നിറഞ്ഞിരിക്കുന്നത്. പെരിച്ചായി എന്ന് പറയുന്ന പടം സാന്ദ്ര തോമസ് വിജയ് ബാബു കുട്ടികളുടെ പടത്തിലാണ് ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയത്. അതിലെന്തായിരുന്നു? ഏതെങ്കിലും സിനിമാ നടന്മാരെ നേരിട്ട് വിളിച്ചിട്ട് അലിൻ ജോസ് പെരേര കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നിട്ടോ എന്താ പറഞ്ഞേ? നമ്മള് ഇത്രയും സോഷ്യൽ മീഡിയയില് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ ഒരു നല്ല വാക്ക് പറഞ്ഞൊരു ആക്ട്രസ് നമ്മുടെ ദൃശ്യം സിനിമയിലെ അൻസിബ ഹർഷനാണ്. ബസൂക്ക എന്ന പടം അതിന്റെ ലൊക്കേഷൻ ഞാൻ പോയതാ. 6 വിളിച്ചിട്ട് എന്നിട്ട് എന്നെ അവിടെ നിന്ന് പുറത്താക്കി. ബിഗ് ബോസ് വിളിച്ചിരുന്നു. അപ്പോ മെയിൻ ആയിട്ട് എന്നെ ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞതാ. അല്ല, ഈ സീസണിൽ ഇപ്പൊ ഒരു വൈൽഡ് കാർഡ് കിട്ടിയെന്ന് വിചാരിക്കുക, എന്താ പോവോ ഈ ബിഗ് ബോസ്? നമ്മുടെ ഒരു സ്ട്രാറ്റജി വേറെ ആയിരിക്കും. എങ്ങനെ? പ്രണയം. ആരെ പ്രേമിക്കും ഈ സീസണിൽ? ആരെ പ്രേമിക്കും? നിങ്ങള് വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ? വൈബ് ഫാമിലി ആണോ നിങ്ങള്? അല്ല ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാ ആൾക്കാരും ഇപ്പൊ ക്യാമറക്ക് മുന്നിൽ നമ്മൾ മാത്രം ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ എന്റെ അനിയത്തി ആൻമരി ആണെങ്കിലും അനിപ്പരുന്ന അമ്മയാണെങ്കിലും ഈ ഡാൻസ് ഒക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. അവർക്ക് പിന്നെ ക്യാമറയിലായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പൊ അപ്പം പറയല്ലേ, അച്ഛന്റെ അമ്മേന്റെ ലവ് സ്റ്റോറി ആയിരുന്നോ? അതൊരു ലവ് സ്റ്റോറി ആയിരുന്നു. ഒരു അറേഞ്ച് ലവ് സ്റ്റോറി അല്ലേ? അറേഞ്ച് ലവ് സ്റ്റോറി. അറേഞ്ച് നമ്മള് പെണ്ണ്, ഞാൻ പറയട്ടെ, കഥ എനിക്കറിയാമല്ലോ, എനിക്ക് പറഞ്ഞോണ്ട് എനിക്കറിയാവുന്ന. അപ്പൊ അച്ഛൻ മറ്റേ തങ്കി പോയിട്ട് 1999 2000 കാലഘട്ടത്തില് കണ്ടിട്ട് അവ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടാണ് കിട്ടണം. അല്ലാണ്ട് നമുക്ക് ചില കല്യാണങ്ങളൊക്കെ പന്തലിലാണ് പെണ്ണുവരുന്നത് ചില നാട്ടിലൊക്കെ. ഇത് നമ്മൾ പോയി കാണുന്നുണ്ടല്ലോ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലെ? അങ്ങനെയല്ലേ സാധാരണ നമ്മൊരു വീട്ടിൽ പോയിട്ട് പെണ്ണ് കണ്ടിട്ട് അല്ലെ കല്യാണം കഴിക്കും. ഒരുപാട് പേരുടെ ആലോചന മുടക്കി അപ്പന്റെ ബന്ധുക്കളെ. എന്തിനു മുടക്കാനായിട്ട്? വെറുതെ ആവശ്യമില്ല. 6-8 കല്യാണം കണ്ടല്ലേ? ഇതൊക്കെ അറിയാൻ പാടില്ല. അച്ഛൻ പണ്ട് അലനേക്കാളും ലുക്കായിരുന്നു. പഴയ ഫോട്ടോ ലുക്കായിരുന്നു. അച്ഛൻ അറിയായിരുന്നോ ജനിക്കുമ്പോ തന്നെ ഈ മോൻ കയ്യിൽ കിട്ടിയപ്പോ മോൻ വലിയ ഫേമസ് ആവുന്ന അറിയായിരുന്നോ? ഫേമസ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഒരു ദിവസം ടീച്ചറെ എന്നെ വിളിപ്പിച്ചില്ല, വീട്ടിൽ വിളിപ്പിച്ചു. അപ്പൊ എന്റെ അമ്മൂമ്മയാണ് പോണത് എപ്പോഴും വിളിക്കാൻ. വൈഫ് അങ്ങനെ അധികം എന്റെ മരിച്ചുപോയില്ലേ. അപ്പൊ എന്റെ അമ്മയെ പോണത്. അപ്പൊ ഞാനൊരു ദിവസം ഒരു വലിയ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ കുറച്ച് മിഠായിയൊക്കെ ആയിട്ട് അവിടെ ചെന്നു. എന്താണെന്നറിയാമോ? ഞാൻ വന്നേ ഉള്ളു. വന്നപ്പോ ഞാൻ വിചാരിച്ചു ക്ലാസ്സിലെ പിള്ളേരുണ്ടല്ലോ, ലേഡീസും ഉണ്ട് ബോയ്സും ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ കൊടുക്കാലാന്ന് ഓർത്ത്. അപ്പൊ ഇവൻ ഇതേപോലെയുള്ള പാട്ട് പാടുന്നതുകൊണ്ട് പണ്ടേ ഈ ബോയ്സ് ഉണ്ടല്ലോ, പെണ്ണുങ്ങൾക്ക് പാട്ട് പാടുന്ന ആൾക്കാരോടൊക്കെ ഒരു ചെറിയൊരു താല്പര്യമൊക്കെ ഉണ്ടാവും ഇല്ലേ? അന്നും ഉണ്ടാവും അല്ലേ? അപ്പൊ ഞാൻ ചെന്നപ്പോ ഇവ മുട്ടായിയൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ടീച്ചർ ക്ലാസ്സിൽ കയറുന്ന മുമ്പ് ഞാൻ ചെന്നാന്നറിയാൻ പറ്റില്ല. അപ്പൊ ഇവന് ഈ പാട്ട് പാടുന്നോണ്ട് ഇവനോട് പിള്ളേർക്കൊക്കെ ഇഷ്ടമുണ്ട്, ഉണ്ട്. അപ്പൊ മറ്റുള്ളവർക്ക് ഉണ്ടല്ലോ ബോയ്സ്, വേറെ ബോയ്സ് അങ്ങനെ പാട്ട് ഇവനോട് പരിചയം ഉണ്ടാവും. ഈ പിള്ളേര് ഇവനെ കളിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ട് പാടുന്നൊക്കെ പറയുമായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോ ഈ പാട്ട് തന്നെ ഇവന് ക്ലാസ്സിൽ ഇരുന്ന് പാടുമ്പോ പ്രശ്നമാണ്, ടീച്ചറിന് ഇഷ്ടപ്പെടില്ല അല്ലേ? ക്ലാസ് എടുത്തിട്ടിരിക്കുന്ന സമയത്തൊക്കെ പാട്ടൊക്കെ പാടിയാലും ഇഷ്ടപ്പെടൂലല്ലോ. കറക്റ്റേ വീട്ടിൽ നിന്ന് ഇറങ്ങണേന്ന് അറിയാമോ?
ഇവന്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ ചോദിച്ചല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് എവിടെ പോയി വന്നാലും വീട്ടിലുണ്ടാവും. പുറത്ത് അങ്ങനെ പോയിട്ട് കറങ്ങി നടക്കൂല, വീട്ടിൽ കയറിയിരിക്കും. പിന്നെ ഇവൻ ക്ലാസ്സിൽ പോകുമ്പോ 10 മിനിറ്റ് ഉള്ളപ്പോഴേ ഇവൻ ക്ലാസ്സിലേക്ക് പോവുള്ളൂ കേട്ടോ. 10 മിനിറ്റ് എപ്പോഴും ക്ലാസ്സിലേക്ക് പോകും. അപ്പൊ എന്താന്നറിയാമ്മ, ഇവനെ ഞാൻ ഒരു ദിവസം ചെന്നപ്പോഴേ ഞാൻ പറഞ്ഞ ടീച്ചർ വിളിച്ച് ചെന്നപ്പോ ടീച്ചർ ഇവനെ ക്ലാസ്സിലേക്ക് വിളിച്ച്. അപ്പോൾ ഒരു ടീച്ചർ വിളിച്ചു കഴിഞ്ഞാൽ ഞാനാ ചെന്നത്, ഞാൻ ഇവിടെ വന്നല്ല. വന്ന സമയത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ടീച്ചർ ഇവനെ തല്ലിക്കൊണ്ടിരിക്കണേ കുറെ പിള്ളേരാ. അപ്പൊ ആ കൂട്ടത്തിൽ ഇവരുണ്ട്. ഇവനെന്തോ കുരുത്തക്കേട് കാണിച്ചിട്ടാണ് മാഷാണ് അടിക്കണത്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ എന്നോട് പറഞ്ഞേ മാഷിനെ കണ്ടിട്ട് വേണം പോകാനെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ മാഷിനെ കാണാം, നല്ല ടീച്ചർ കാണാൻ വേണ്ടി കയറി. അപ്പൊ ആ ടീച്ചർ പറഞ്ഞേ ഇവൻ പഠിത്തത്തിലൊക്കെ വലിയ കുറെ ബാക്കൊക്കെ ആണെങ്കിലും ഇവൻ എന്തോ ഒരു പ്രതിഭ ടീച്ചർ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. പണ്ട് ടീച്ചർ കാണുന്നു, ഇവൻ ഇവിടെ പ്രശ്നമാണെങ്കിലും ഇവനൊരു പ്രതിഭ ഞാൻ കാണുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ ഞാൻ വിചാരിച്ചേ ഇവൻ പഠിച്ച സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മറ്റേ യേശുദാസ് പഠിച്ച ഒരു സ്കൂൾ ഉണ്ടല്ലോടാ, നീ പഠിച്ച കൊച്ചുള്ളിയില സെന്റ് സെബാസ്റ്റ്യൻ അവിടെ അവിടെ പഠിച്ചല്ലേ. പണ്ടേ ഗേൾസ് ഫാൻസ് ഉണ്ടായിരുന്നു. അപ്പോ അത്യാവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ പാട്ട് പാടുമ്പോ ചില ആൾക്കാർ ശരിക്കും ബാക്കിയുള്ള ആൾക്കാർ ശരിക്കും വെറുതെ ഇരുന്നൊക്കെ ഇങ്ങനെ പാടുള്ള ഒരു വാസന ഉണ്ടായിരുന്നു. അത് ഇവന്റെ ഫാദർ ഇവന്റെ സാന്റാക്രൂസിൽ പഠിച്ച സമയത്താണ് എനിക്ക് പാടാനൊക്കെ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിക്കാൻ കൊണ്ടാക്കി 2 പ്രാവശ്യം പ്രഗത്ഭരായ ആൾക്കാരുടെ അടുത്ത് കൊണ്ടാക്കിയതാ. സിനിമ പാട്ട് കേട്ട് പഠിച്ച് ആ ഒരു ശൈലിയിലാണ് നമ്മൾ പാടുന്നത്. പാട്ട് പാടുന്നത് വലിയൊരു പാട്ടാന്ന് പറയുന്നില്ലെങ്കിലും നമ്മള് ശ്രമിക്കുന്നുണ്ട്. ഹരിമുരളീരവൊക്കെ പാടാൻ അറിയോ? അത്രയും പറ്റും. നമ്മളെ കൊണ്ട് ഒരു ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കുക, നമ്മളെ പാട്ട് കേട്ട് ചിരിക്കുക. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ആൾക്കാരുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ലൈഫാണ്. എന്ത് റിലീഫ്? ടെക്സ്റ്റ് കിട്ടില്ല. മറ്റേ ഫാമിലിയില് ഒരു പ്രോബ്ലമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ഒരു പാട്ടോ അല്ലെങ്കിൽ വീഡിയോ കണ്ട് അവരുടെ ഒരു മനസ്സ് റിലീഫ് ആവുന്നുണ്ടെന്ന് പറയാറുണ്ട്. പല ഫോറിൽ നിന്നൊക്കെ ആൾക്കാർ വിളിക്കാറുണ്ട്, എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, പല പെൺകുട്ടി വിളിക്കാറുണ്ട്. നിന്റെ വീഡിയോ കാണുമ്പോ എനിക്ക് ഭയങ്കര വിഷമം മാറും, നിന്നെ ഞാൻ എപ്പോഴും വിളിക്കും, ഫോൺ എടുക്കണം, നിന്റെ സൗണ്ട് കേൾക്കാണ്ട് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ കുറെ ഒരുപാട് പെൺകുട്ടികളുണ്ട്, ബോയ്സും ഉണ്ട് ആ കൂട്ടത്തിൽ. എന്നാലും ചില ഞാൻ ബോയ്സിനെ അടുപ്പിക്കില്ല, കാരണം ചില ലാംഗ്വേജ് ശരിയല്ലാത്തതുകൊണ്ട്. പിന്നെ ഞാൻ ഗേൾസിന് അഡിക്റ്റ് ആയി പോയി. ഇങ്ങനെ വിളിക്കണം കൊണ്ടേ നമ്മൾ അങ്ങോട്ട് വിളിക്കാനല്ലേ പറഞ്ഞേ ബ്രാൻഡിക്ക് അഡിക്റ്റ് ആയിട്ട് ആൾക്കാരൊക്കെ പറയാറുണ്ട്. നമ്മളിപ്പോ എനിക്ക് പെങ്ങളുള്ളതാണ്, അപ്പൊ ആ പെങ്ങള് പോലും എന്നെ വിളിക്കാറില്ല പലപ്പോഴും ഫെയിം ഉള്ളതുകൊണ്ട്. ഇവനങ്ങനെ പറയുമ്പോഴേ ആൾക്കാര് വിചാരിക്കേ ഈ ഒരു ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ടല്ലോ ഹെൻ പെഗ് അല്ലേ, ഹെൻ അല്ലേ, പെൺകോന്തനെന്നൊക്കെ പറയൂല. അല്ല, അവര് പറയുന്ന വാക്ക് ചെറുപ്പൊക്കെ അർത്ഥമായിരിക്കും. കാരണം ഞാൻ LKG മുതൽ ഒരു 6th സ്റ്റാൻഡേർഡ് വരെ എന്റെ കൂടെ എപ്പോഴും ബാത്റൂമിൽ പോകുമ്പോ വരെ ലേഡീസ് ആയിരുന്നു കൂടെ. അങ്ങനെ ഉള്ളിലേക്കല്ല, ആ ഒരു പോയിന്റ് വരെ കൂട്ടുവരുന്നതാണ്. ഫാൻസ് അല്ല, ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ നമ്മൾക്ക് കസിൻസ് ആയാലും അവരെ പെണ്ണുങ്ങൾക്കൊപ്പം എന്റെ പ്രായത്തുള്ള ആൾക്കാരോടൊപ്പം നടക്കുക. അതൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്റെ മകളുണ്ടല്ലോ, മകളുടെ കൂട്ടുകാരത്തികളുണ്ടല്ലോ, ആൻമരിയ എന്തെങ്കിലും ആട്ടെ, മകളുടെ കൂട്ടുകാരത്തികൾ വരുമല്ല വീട്ടിലേക്ക് കുറെ ഉണ്ടാവും. പക്ഷെ ആ കാലഘട്ടത്തിലൊന്നും ഇപ്പൊ പിള്ളേരെ മുഖത്തിട്ട് പോലും ഇവർ നോക്കണേ ഞാൻ കണ്ടിട്ടില്ല. അതിലെ കാരണം ഞാൻ പറയാം. ഇപ്പൊ എന്റെ സിസ്റ്ററിന്റെ കാര്യം പുള്ളി പറഞ്ഞു, അപ്പച്ചൻ പറഞ്ഞു, മറ്റേ ആൻമരി എന്ന പേര് പുള്ളിക്കാരത്തിയുടെ. അപ്പൊ പുള്ളിക്കാരത്തിയുടെ ഫ്രണ്ട്സ് വീട്ടിൽ വരാറുണ്ടായിരുന്നു പണ്ട്, 2018-19 ആ കാലഘട്ടത്തിൽ, വൈറലാകുന്നതിന് മുന്നേ. അപ്പോ വരുമ്പോൾ നമ്മള് മൈൻഡ് ആക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയത്തിക്ക് ഞാൻ അനിയത്തിയുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ഒരാളുടെ മൈൻഡ് സെറ്റിൽ കയറിയിട്ട് പിന്നെ നമ്മള് നാരായണങ്ങളൊക്കെ എടുത്തു ഉണ്ടാക്കി കൊടുത്തിരുന്നു ഫ്രണ്ട്സിന്. നമ്മള് അങ്ങനെ ഹായ് ചേട്ടാന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു ടോക്ക് ഉണ്ടായി. അല്ലാതെ നമുക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല അനിയത്തിയുടെ കൂട്ടുകാരിമാരോട്. അതായത് ഈ നമ്മളെ ചിരിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലെ, കൂടുതൽ ചിരിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ അല്ലെ. നമ്മളെപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എല്ലാവരായാലും അല്ലെ. ചിരി അല്ലെ, സന്തോഷം. ഈ ഓണം എന്ന് പറഞ്ഞ സന്തോഷമാണ് അല്ലെ, നമ്മുടെ അല്ലെ കേരളത്തിന്റെ നമ്മളെല്ലാരും കൂടി ആഘോഷിക്കുന്ന ഈ സന്തോഷ വേള അല്ലെ. ഈ വേളയിൽ എന്ന് പറയുമ്പോ ഇവനെ പോലത്തെ ഒരു വ്യക്തി എന്ന് പറയുമ്പോ ഇവനെ മനഃശുദ്ധി ഉള്ളവനാ. ഇവനങ്ങനെ പ്രത്യേകിച്ച് പുതുമയെന്ന് തന്നെ പറയുന്നത് എല്ലാ
TV ചാനലുകളിലും മിക്കതിലും എന്റെ ഷോ ഉണ്ട്. ഏത് ഈ വർഷം? ഈ വർഷം ഓണത്തിന് എന്റെ ഒരു പ്രോഗ്രാം. ഇവന്റെ ഷോയിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട് ഒരെണ്ണത്തിൽ. പേര് പറയുന്നില്ല, എല്ലാ മിക്ക ചാനലിലും ഉണ്ട്. മാവേലിയായിട്ടാണോ? ഒരെണ്ണത്തിൽ മാവേലിയായിട്ട്, പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റുകൾ, പിന്നെ യൂട്യൂബ് ചാനലുകളിൽ മൊത്തം. ഇപ്പൊ അത് നമ്മളായിട്ട് പ്ലാൻ ചെയ്യുന്നതല്ല. ഗോഡ് ഈസ് ഗ്രേറ്റ്, ദേ ആർ പ്ലാനിങ്. ഭയങ്കര ഡയലോഗാണ്, ഒന്നുകൂടെ പറയോ? എന്താ അതിന്റെ അർത്ഥം? എന്താ ഗോഡ് ഈസ് ഗ്രേറ്റ്? ഗോഡ് ഈസ് ഗ്രേറ്റ്, ദേ ആർ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്ലാൻ. നമ്മളിപ്പോ പണ്ടാണെങ്കിൽ ഇപ്പോ വലിയായിട്ട് പറയണല്ല, പറയുമ്പോ ചിലപ്പോ അത് പറയാൻ ഞാൻ ആളല്ലെന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലഘട്ടത്തിൽ ഇപ്പോ ഒരു 2015 മുമ്പുള്ള കാലഘട്ടമാണെങ്കിൽ മണിച്ചേട്ടനാണെങ്കിലും ദിലീപേട്ടൻ ആണെങ്കിലും ആണ് ഓണം എന്ന് പറഞ്ഞു കഴിയുമ്പോ നമ്മൾക്ക് മനസ്സിലേക്ക് വരുന്നത്. ഇപ്പോ എന്നിലേക്ക് മാത്രം വരുന്നു എല്ലാ പരിപാടികളും. അത് ക്യാഷ് വാങ്ങിച്ചോ വാങ്ങിക്കാണ്ടിരിക്കുക, അത് ഡസന്റ് മാറ്റർ. പക്ഷെ നമ്മൾ ചെയ്യും ഇല്ലെന്നാണ് ഉള്ളത്, ചെയ്യുന്നുണ്ടെന്ന ആണ് നമുക്ക് പറയാനുള്ളത്. കാരണം അല്ല, അങ്ങനല്ല പറഞ്ഞത്. ഈ വർഷം ഈ 2025 എന്ന് പറഞ്ഞ വർഷത്തില് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണല്ലോ TV ആണെങ്കിലും ഓൺലൈൻ മീഡിയ ആണെങ്കിലും നമ്മുടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നത്. കഴിഞ്ഞ ഞാൻ വൈറലായിട്ട് ഇപ്പൊ 2 വർഷമായി. കഴിഞ്ഞ ഒരു 2023 തുടങ്ങിയ വൈറലായത്. 23, 24 ഞാനും ഓണത്തിനുണ്ടായിരുന്നു നാട്ടില്. അന്നൊന്നും എന്നെ വിളിച്ച് ഒരു പരിപാടിക്ക് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് ഈ പ്രാവശ്യം ഈ ഒരു വർഷത്തില് നമ്മള് ഈ 2025 എന്ന് പറഞ്ഞ വർഷം സിയാസ് കരിയുടെ കല്യാണത്തിന് ശേഷം ഒരുപാട് കല്യാണങ്ങളിൽ പോവുകയും ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കോളേജുകളിലും പിന്നെ ഫുട്ബോൾ മാച്ചിന്റെ സപ്പോർട്ട് ചെയ്യാൻ ഫെയിം ആയതുകൊണ്ട് എല്ലായിടത്തും നമ്മള് ഒരു തരംഗം തന്നെ പറയാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഓണം നാളുകളിലും നമ്മളെ ഒരു AJP എന്ന് എല്ലാരും വിളിക്കുന്നതാണോ ഇഷ്ടം? ഷോർട്ട് ഫോം ആണ്. അലിൻ ജോസ് പെരേര എന്ന് പറയുമ്പോ ഈ പ്രാവശ്യത്തെ ഓണം AJP ഇവരുണ്ടല്ല, ജർമ്മനിയിൽ വരെ നിറഞ്ഞേക്കണേ. ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് വഴി വെച്ച് കണ്ട്. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചേ, കുറെ നാളായിട്ടല്ല എന്നെ കണ്ടിട്ടില്ല സുഹൃത്ത്, എന്നെക്കാളെ ഏജ് വളരെ ചെറുപ്പം ചക്കനാ. അപ്പൊ അവൻ ജർമ്മനിയിലാ. അപ്പൊ ഞാൻ പണ്ടെങ്ങാണ്ടും കണ്ടതാ. അവൻ എന്നോട് പറഞ്ഞേ, ചേട്ടാ ഇവന് അലൻ ജോസ് പെരേരനെ കുറിച്ച് അവൻ കൊച്ചിക്കാരനാന്ന് പറഞ്ഞുകൊണ്ടേ എന്നോട് ചോദിച്ചു, താൻ അറിയോ? അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് എന്റെ മകനാണെന്ന് പിന്നീട് അവന് മനസ്സിലായത്. അലന് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ മൊത്തം ഫേമസ് ആവുന്നതില്. സന്തോഷത്തിനേക്കാളും ഉപരി 2 വിവാദം ഉണ്ടല്ലോ. കാരണം വിഭാഗം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് പോയിന്റ് അറിയില്ലാത്ത പറയാത്തത് നാക്കുളക്കൊന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവ്സും ഉണ്ട്. സങ്കടം ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് ഈ സങ്കടം ഉണ്ടെങ്കിൽ സന്തോഷമുണ്ട്. സങ്കടം ഉണ്ടെങ്കിൽ സന്തോഷമുണ്ട്. അപ്പൊ അതേ പറഞ്ഞ പോലെയാണ് എന്റെ ഈ ഒരു കാറ്റഗറി ഓഫ് ലൈഫ് സ്റ്റൈലിൽ ഇപ്പോ അനുഭവിക്കുന്നത്. കാരണം മലയാളത്തിൽ പറഞ്ഞാൽ മതി. നമ്മള് ദൈനംദിനമായിട്ട് ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടെ ഇപ്പോ സോഷ്യൽ മീഡിയയില് നിൽക്കുന്ന കൊണ്ട് ഒരുപാട് വിഷയങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കണം, ഇല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മുടെ മെക്കിട്ടുകാരൻ ആൾക്കാര്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും പ്രവർത്തിച്ചും പരിചയമുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഫീൽഡിൽ ഞാൻ നിൽക്കുന്നത്. മനസ്സിലായ? അല്ലാണ്ട് ഈ പറയുന്ന ഇപ്പൊ വേറെ കുറച്ച് ടീമുണ്ട്, പേര് കുറച്ച് എല്ലാവരും പേര് പറയുന്നില്ല. എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, കിംബോയി, മനോജ്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, ഗ്രൂപ്പ് ഓഫ് ആൾക്കാര്. അവര് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് പോവുക, ഫുട്ബോൾ മാച്ചിന് പോവുക, അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനെന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു വളർച്ച മനസ്സിലാക്കണം. ഞാൻ സിനിമയുടെ പൂജകൾക്ക് പോകുന്നു, വിളിച്ചിട്ട് പോകുന്നു, പിന്നെ ഓഡിയോ ലോഞ്ചിന് ഗസ്റ്റ് ആയിട്ട് പോകുന്നു. അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്നതാണ്. നമുക്കത് എല്ലായിടത്തും പേയ്മെന്റ് വാങ്ങിച്ചിട്ടല്ല സിനിമയുടെ പ്രോഗ്രാമിന് ഞാൻ ചെയ്യുന്നത്, തയ്യാറുമില്ല. പിന്നെ നമ്മൾ വിളിക്കുമ്പോ നമ്മുടെ ഒരു മാനസിക ഒരു റെസ്പെക്ട് കൊണ്ട് നമ്മൾ പോകുന്നതാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു സമയത്ത് സിനിമക്കാരുടെ ചോറായിരുന്നു. അത് ഓപ്പണായിട്ട് പറയുന്നതിൽ വിഷമമില്ല. കാരണം എനിക്കൊരു 2013 മുതല് ലാലേട്ടന്റെ മുന്നിലാണ് നമ്മള് അഭിനയം പഠിച്ചു തുടങ്ങിയത്. അറിയോ? ഇല്ല. പെരിച്ചായി എന്ന് പറയുന്ന പടം, സാന്ദ്ര തോമസ്, വിജയ് ബാബു കുട്ടികളുടെ പടത്തിലാണ് ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയത്. അതിലൊരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ റോളായിരുന്നു. ഒരു കാല് കളിക്കുന്ന സംഭവം. ഇവന് വൈഫ് വീട്ടിൽ പറഞ്ഞു കേട്ടതാ, ഞാൻ ഇല്ലാഞ്ഞല്ല. അപ്പൊ ഇവനെ കാണാനില്ല. ഇപ്പൊ ഇവന് നല്ല സീൻ കൊടുത്തായിരുന്നു. അതില് ആ ക്രിക്കറ്റ് കളിക്കുന്ന ഭാഗമുണ്ട്.
ഇപ്പൊ നല്ല ഇതാണ്. പക്ഷെ ഇവന്റെ ലക്കിക്കന് ആ ക്രിക്കറ്റുകളുടെ ഭാഗം ഷൂട്ട് ചെയ്ത് വീണ്ടും വരെ റീടേക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് കാല് മാത്രം അല്ലെന്ന് അത് റീടേക്ക് ചെയ്തപ്പോഴേ ഇവനെ മാറ്റി. തലയില്ല ഉടലില്ല. അന്ന് വൈഫ് എല്ലാം കൂടി ചെന്ന് ഷൂട്ടിംഗ് സെറ്റിൽ ഇവനെ കാണാനില്ലല്ല, ഇവൻ പോയേക്കണേ. അല്ല അന്ന് സെറ്റിൽ ഉണ്ടായിരുന്നു, അമ്മേനെത്തി ഉണ്ടായിരുന്നു, എല്ലാം കൂടി പോയി. ഇവന് ഒറ്റ കൂടാൻ പറ്റും അന്ന് അന്ന്. പക്ഷെ നേരത്തെ ആ ഒരു ഇത്ര നമ്മളിപ്പോ ഇരിക്കുന്നില്ല, ആ ഒരു ഡിസ്റ്റൻസിൽ അവർ കണ്ടു. വർത്താനം പറയാനൊന്നും പോയില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാ? ലാലേട്ടൻ തന്നെ ഒന്നും പറയാം. കാരണം അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിനയമാണ്. ഞാൻ കണ്ടതാണല്ലോ, കാരണം പെരിച്ചായ ലൊക്കേഷനിൽ ഏതെങ്കിലും സിനിമാ നടന്മാര് നേരിട്ട് വിളിച്ചിട്ട് അലിൻ ജോസ് പെരേര കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ടോ? ടോം എന്താ പറഞ്ഞേ? നിന്റെ വീഡിയോ കാണാറുണ്ട്, സൂപ്പറാണ് എന്ന് പറയാറുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടോ? നേരിട്ടും പറഞ്ഞിട്ടുണ്ട്, ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടെ അപ്രീസിയേഷൻ കിട്ടിയത് ഇപ്പോ ഞാൻ പറയുമ്പോ അതും പൊക്കി പറയണമെന്ന് പറയും, പക്ഷെ അമ്മ എന്ന് പറയുന്ന അസോസിയേഷൻ, അവരിൽ നിന്നും എനിക്കൊരു പൈസ കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ ഇങ്ങോട്ട് തരേണ്ട ആവശ്യമില്ലല്ലോ, അവാർഡും തരേണ്ട ആവശ്യമില്ല. പക്ഷെ അതിൽ മെമ്പർഷിപ്പും എനിക്ക് വലിയായിട്ട് കിട്ടിയില്ലെന്നും പറഞ്ഞ് നമുക്ക് ഒന്നും കരയാൻ പറ്റൂല. നമ്മളൊരു ചെറിയ പടത്തിന്, ഒരു ചെറിയ പടം, അത്യാവശ്യം വലിയൊരു പടമായിരുന്നു ബാഡ് ബോയ്സ്. അല്ല അമ്മയിലില്ല, പക്ഷെ ഞാൻ പറയട്ടെ, ബാഡ് ബോയ്സ് എന്ന പടം ഞാൻ അഭിനയിച്ചു. നല്ലൊരു ഡയലോഗ് ഉള്ള നമ്മുടെ റിയൽ ക്യാരക്ടർ സിനിമയിൽ വന്നു. അതിനുശേഷം ഒരുപാട് പേര് എന്നെ വിളിച്ചു ചോദിക്കുകയാണ് അമ്മയുടെ ഇക്കാലത്ത് എന്താണെന്ന്. മെസ്സേജ് PM കയറിയട്ടെ വാട്സാപ്പില്. അപ്പൊ ഞാൻ പറയണ ഇപ്പൊ എന്നോട് പറഞ്ഞത് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസോസിയേഷന്റെ ഒരു പ്രൊഡക്ഷൻ ടീം ഉണ്ടാവില്ല, അവര് പറഞ്ഞത് ഒരു പടത്തില് അരമണിക്കൂർ ഡയലോഗ് പറയണം, ക്യാരക്ടർ ചെയ്യണം. നമ്മള് ഇനിയും 2-3 പടങ്ങൾ വരാനുണ്ട്, അതുപോലെ ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. നമുക്ക് അങ്ങനത്തെ വേഷം കിട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എടുക്കുമായിരിക്കും. പക്ഷെ അമ്മയിൽ ചേരണത് ഏതെങ്കിലും സിനിമാ നടന്മാര് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് മറ്റേ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി ഇല്ലേ, അതിലെ ദിലീപന്റെ അനിയനല്ലേ, അറിയോ? പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടോ? അതില് ദിലീപന്റെ 2 അനിയന്മാരുണ്ട്, വേറെ അനിയനുണ്ട്. മറ്റേ ഇത് കഴിക്കണത് ചെക്സ, മറ്റേ ലേസ് കഴിക്കുന്ന ഒരു അനിയനില്ലേ, ലേസ് എന്താണ് എന്റെ അളിയാന്ന് പറഞ്ഞ സിനിമയില് ആ ചെക്കൻ എന്നോട് ഒരു ദിവസം അങ്ങോട്ട് വിളിച്ചപ്പോ ചില നടന്മാര് ഫോൺ എടുക്കോട്ടെ, അപ്പൊ ആ പുള്ളി പറഞ്ഞത് നീ എന്താ അമ്മ എടുക്കാത്തത്, നീ എന്നല്ലേ അമ്മ എടുക്കേണ്ടത്. നീ എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കുന്ന സിനിമാ നടന്മാര് നടികളൊക്കെ ഉണ്ടോ? അതിന് മുന്നേ ചെറിയൊരു കാര്യം ഞാൻ പറയാൻ കൽക്കുലിയ കാര്യങ്ങളുണ്ടല്ലോ. കാരണം നമ്മള് ഇത്രയും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ ഒരു നല്ല വാക്ക് പറഞ്ഞൊരു ആക്ട്രസ് നമ്മുടെ ദൃശ്യം സിനിമയിലെ അൻസിബ ഹർഷനാണ്. കാരണം അൻസിബ ഹർഷൻ അറിയാലോ, അമ്മ ജനറൽ ബോഡി മീറ്റിംഗിലെ മെയിൻ ഒരു അംഗം തന്നെയാണ്. അപ്പൊ ലാലേട്ടന്റെ ആ ബേസിക്ക് അറിയാലോ അൻസിബയ്ക്ക്. അപ്പോ എന്റെ ഒരു പേര് പറയാൻ പാടില്ലെന്ന് പല ഓൺലൈൻ മീഡിയകളും എനിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി. നിന്റെ പേര് ഒരു നടിമാരും പറയില്ല, പറഞ്ഞു കഴിഞ്ഞാല് നീ വൈറലാകുമെന്ന്. അല്ലാണ്ട് തന്നെ ഫെയിം ഉണ്ടല്ലോ. പക്ഷെ ജസ്റ്റ് ഫിലിമിന്റെ ടീമിന്റെ ഒരു റിവ്യൂ ആണ് ഈ ഓൺലൈൻ മീഡിയയിൽ ഇന്റർവ്യൂ വരുമ്പോഴേ. പോലീസ് ഡേ എന്ന് പറഞ്ഞ സിനിമയുടെ ഇന്റർവ്യൂ വന്നപ്പോ അൻസിബ പറഞ്ഞൊരു ടോക്കാണ്, ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു, സന്തോഷ് വർക്കിയും അലൻ ജോസ് പെരേരയും സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചു. അപ്പൊ അൻസിബ പറഞ്ഞൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്, അവര് വൈറലാണ്. അപ്പോ സിനിമയിൽ അഭിനയിച്ചാൽ ആർക്കാണ് ഗുണം? സിനിമയ്ക്ക്. അത് ചോദിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ബസൂക്ക എന്ന് പറഞ്ഞ പടം, അതിന്റെ ലൊക്കേഷൻ ഞാൻ പോയതാ, ആറട്ടെണ്ണം വിളിച്ചിട്ട്. എന്നിട്ട് എന്നെ അവിടെ നിന്ന് പുറത്താക്കി. കാരണം നിങ്ങൾ രണ്ടുപേരും നിക്കണ്ട, അണ്ണൻ അഭിനയിച്ചോളൂ, നീ പൊക്കോന്ന് പറഞ്ഞു. എന്റെ കൺട്രോളർ പറഞ്ഞു. അതിനുശേഷം പിറ്റേ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേറെ പടത്തിൽ ജോയിൻ ചെയ്തത്, ബാഡ് ബോയ്സ്. അപ്പൊ അതെനിക്ക് സന്തോഷമായി. കാരണം മമ്മൂക്കന്റെ പടം ബസൂക്കയിൽ അഭിനയിച്ചിട്ട് മമ്മൂക്ക ഒരു പോയിന്റ് ഓഫ് വ്യൂ അതിനകത്ത് നല്ലതോ മോശമോ ഒന്നും സന്തോഷ് വർക്കി എന്ന വ്യക്തിയെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ അതെനിക്ക് നല്ല പോയിന്റാ. കാരണം അദ്ദേഹം ഒരു നല്ലൊരു വാക്ക് സന്തോഷ് വർക്കിനെ പറ്റി പറഞ്ഞെങ്കിൽ ആ പടത്തില് വന്നതിന് നല്ല അപ്രീഷിയേഷൻ കിട്ടിയെന്ന് ഞാൻ പറയും. പക്ഷെ സിദ്ധാർത്ഥ് ഭരതനും ഗൗതം സാറിന്റെ കോംബോയില് ഒരു കോമഡി റോള് ആ പോങ്ങനെ എടുത്ത് മാറ്റുന്നൊക്കെ ഡയലോഗ് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് വന്നെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. കാരണം പോങ്ങനൊക്കെ പറയുമ്പോ കളിയാക്കരല്ലേ, മനസ്സിലായ? ആ സാർ ആക്ടർ എന്ത് റോളും ചെയ്യാം, പക്ഷെ ഇങ്ങനെ പോങ്ങനെന്നൊക്കെ വിളിച്ച് കളിയാക്കുന്ന സിനിമയിൽ ആഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇനി എനിക്ക് പറയാനുള്ളത്, സിനിമക്കാർക്ക് യാറട്ടണ്ണനെ ഇങ്ങനെ കളിയാക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം നല്ല റോള് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇങ്ങനെ പോങ്ങനെന്നൊക്കെ വിളിച്ച് ഈ
ഇന്റർവ്യൂലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒക്കെ അല്ലേ ആ പടത്തിനകത്ത്. നീ ശരിക്കും വിഷമായിട്ട് പറഞ്ഞതാണോ? നമുക്ക് ശരിക്കും വിഷമമായിട്ട് വന്ന പുള്ളിക്ക് കിട്ടിയതിൽ എനിക്ക് അസൂയൊന്നുമില്ല. പക്ഷെ പുള്ളിക്ക് ആ ഒരു വേഷം അടിപൊളിയായിരുന്നു. പുള്ളി ജാക്കറ്റൊക്കെ ഇട്ടിട്ട്. പക്ഷെ പുള്ളിയെല്ലാം ഓടിക്കുന്നു, ബൈക്ക് ഓടിച്ചു വരുന്ന വേറെ ആള് നിർത്തുമ്പോ മാത്രം ആറട്ടുണ്ട്. കാരണം കൈ ഞാൻ നോക്കിയതാ, ഒരു ഗ്ലാമറുള്ള ആളാണ് ബൈക്ക് ഓടിക്കുന്നത്, മനസ്സിലായ? ഇറങ്ങി വരുമ്പോ ആറട്ടുണ്ട്, ഹെൽമെറ്റ് പൊക്കുമ്പോ. അതാണ് പുള്ളിയുടെ റോള്. എല്ലാ നമ്മള് മലയാളി പ്രേക്ഷകർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഈ ബിഗ് ബോസിൽ അലൻ ഉണ്ടാവുന്നു. എന്തു പറ്റി ഇല്ലാതിരുന്നേ? ഇല്ലാതെ മെയിൻ റീസൺ കഴിഞ്ഞിടക്ക് ഞാൻ കല്യാണം കഴിച്ചു. ഞാൻ പേര് പറയുന്നില്ല. കല്യാണം കഴിഞ്ഞോ? എന്റെ കല്യാണം വാർത്ത അറിഞ്ഞായിരുന്നല്ലോ. അപ്പൊ കല്യാണം കഴിഞ്ഞിരുന്നു? ശരിക്കും കല്യാണം കഴിഞ്ഞില്ല. ആ ഒരു കുട്ടി, പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് കാരണമാണ് മീഡിയ ഫീൽഡിൽ ഒരു യന്ത്രം പോലെ വർക്ക് ചെയ്യുന്നുണ്ടോ ഞാൻ പറയുന്നത്. കാരണം മൊത്തത്തിൽ എനിക്ക് അറിയാലോ, ചാനലാട് എനിക്ക് മീറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവരുടെ ടോക്ക് അറിയാം. എന്തുകൊണ്ടാണ് പെരേരെ ബിഗ് ബോസ് എടുക്കില്ലെന്ന് തിരക്കിയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു നിന്റെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഫേക്ക് കല്യാണം ആൾക്കാർക്ക് ബിഗ് ബോസ് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് ഞാൻ കേട്ടത്. ആര് പറഞ്ഞു? മീഡിയ ഫീൽഡിൽ പറഞ്ഞു. ബിഗ് ബോസ് വിളിച്ചിരുന്നു? അപ്പോ മെയിൻ ആയിട്ട് എന്നെ ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞതാ. ഫസ്റ്റ് ഇന്റർവ്യൂ എങ്ങനെ? ഏഷ്യാന്റെ സ്റ്റുഡിയോയിൽ വെച്ച് എനിക്ക് ഇന്റർവ്യൂ കഴിഞ്ഞതാ. എന്നിട്ട് കഴിഞ്ഞിട്ട് അവിടെയും നല്ല രീതിയിൽ ഫണ്ണായിട്ട് ഗെയിം എല്ലാം ചെയ്യിപ്പിച്ച് നോക്കിയതാ. പിന്നെ വർത്തമാനം പറയുക, അറട്ടിനെ പറ്റി തിരക്കുക, പിന്നെ നിന്നെ മാത്രമേ വിളിക്കുള്ളൂ എന്ന് പറയുക, അങ്ങനെ ടോക്കൊക്കെ ചെയ്തതാ. അല്ല, ഈ സീസണിൽ ഇപ്പൊ ഒരു വൈൽഡ് കാർഡ് കിട്ടിയെന്ന് വിചാരിക്കുക, എന്താ പോവോ ഈ ബിഗ് ബോസ്? നമ്മുടെ ഒരു സെറ്റപ്പ് വേറെ ആയിരിക്കും. എങ്ങനെ? പ്രണയം. ആരെ പ്രേമിക്കുക ഈ സീസണിൽ? ആരെ പ്രേമിക്കുക? അതറിയില്ല, എന്നാലും പറ, കാണാറുണ്ടായിരിക്കുമല്ലോ. എന്നാലും രേണുസുദീനല്ല. എന്താ രേണുസുദീനെ പ്രേമിക്കാത്തെ? നമ്മള് ആ വ്യക്തിയെ ആ ലൈനിൽ ഒരു അഭിനയിക്കാൻ പോലും എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല. നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ് ആണ്, പക്ഷെ എന്നോട് അധികം വർത്താനൊന്നും പറയുന്നില്ല രേണുസുദി. അഭിനയിച്ചു, പക്ഷെ ഫോൺ കോണ്ടാക്ട്സ് പോലെ അധികം. പുള്ളിക്കാരന്റെ വീട്ടിലൊക്കെ പോയി ഡാൻസ് ഒക്കെ അതൊക്കെ കളിച്ചു, പക്ഷെ പുള്ളി എപ്പോഴും വിളിക്കുന്ന ഒരു സ്വഭാവമല്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഫാൻ ഗേൾസ് എപ്പോഴും വിളിക്കുന്നു. അതേപോലെ പ്രേമിക്കുക വേറെ ഏതെങ്കിലും കണ്ടസ്റ്റൻസിനെ നമുക്ക് തന്റെ ഒരു വൈബ് പോലത്തെ ഇല്ല, തന്റെ വൈബ് പോലത്തെ ഒരു കുട്ടികളത്തെ ഉണ്ട്. യാദൃശ്ചികമായിട്ട് ഒരു മിറാക്കിൾ സംഭവിച്ചു, നിങ്ങൾ വരാൻ പാടില്ലെന്നില്ലല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. അറിയില്ല. അപ്പൊ അച്ഛന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അലൻ പറയും. പോസിറ്റീവ് നെഗറ്റീവ്. പോസിറ്റീവ് അപ്പൻ അത്യാവശ്യം മദ്യപിക്കും, അതെനിക്ക് ഇഷ്ടമല്ല. മദ്യപിക്കുകയും ചെയ്യും, ഇന്ന് പുകവലിക്കുകയും ചെയ്തു, ഞാൻ കണ്ടത്. എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അതൊക്കെ വിട്ടു പറയണതാണ്. നല്ല സ്വഭാവം നല്ലതാക്കാൻ വേണ്ടിട്ടല്ലേ പറയുന്നേ? കാരണം നമ്മള് ഇപ്പൊ വന്നിട്ട് ഇപ്പൊ 3 ആഴ്ച, ഇന്നാണ് ഞാൻ കണ്ടപ്പോ പുകവലിക്കുന്നത്. എന്തോ ഒരു ഫാമിലി മാറ്റർ വന്നപ്പോ. പോസിറ്റീവായ കാര്യം എന്താ? പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനശീലനാണ്. കാരണം വീട്ടിലാണെങ്കിലും ഇപ്പൊ മറ്റേ വീട് പുനർനിർമ്മാണം ചെയ്തിരിക്കണേ, മനസ്സിലായോ, റിനോവേഷൻ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം അമ്മുമ്മ മരണപ്പെട്ടു, അപ്പൊ അതിനായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ 30 അടിയന്തരം വരുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ റിനോവേഷൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഭയങ്കരമായിട്ട് സഹായം ചെയ്യണ്ട. അപ്പൊ അലന്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ്. ഇവന്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇവനെ സത്യസന്ധതയായിട്ട് എല്ലാ കാര്യങ്ങളും പറയും. നല്ല മോനാണല്ലേ? ഓമനത്തുള്ള മോനാണല്ലേ? സത്യമേ പറയുള്ളൂ ഇവൻ, നുണ പറയല. ഇവന്റെ ഒരു വീക്ക് പോയിന്റ് അതാ, നുണ പറയല. അപ്പൊ പിന്നെ സമ്മതിച്ചല്ലേ പറ്റുള്ളൂ. രണ്ടാമതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാലേ, എനിക്ക് ഇഷ്ടപ്പെടാത്തെന്ന് പറഞ്ഞാൽ ഇവന് എപ്പോഴും വെറുതെ ആണെങ്കിൽ ഇപ്പൊ കല്യാണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കല്യാണം വേണം എന്ന് പറഞ്ഞ, അങ്ങനെയാണ് ഇവന് ആ നേരത്തെ ഒരു ഫേക്ക് ആയിട്ടൊരു കല്യാണം വന്നില്ലേ, ആ പെണ്ണ് ചിന്തിച്ചെടുത്ത്. അവള് ടാലന്റാ. അപ്പൊ അവള് ഇവന്റെ വീഡിയോസ്, അല്ല പേര് പറഞ്ഞില്ലല്ലോ, ടാലന്റ് ആയതുകൊണ്ട് ചിന്തിച്ചെടുത്തിട്ട് ഇവൻ എല്ലാ വീഡിയോസിലും പറയണ്ടല്ല, ഞാൻ തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട് കല്യാണം കഴിക്കാനായിട്ട്, ഇല്ല അങ്ങാട് പോകുന്നുണ്ട് കല്യാണം കഴിക്കാനായിട്ട്. ഇവനൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പറയണത്. ഈ ഐഡിയയാണ് അവര് ഉൾക്കൊണ്ടിട്ട് അവര് പറഞ്ഞു എന്നാ വാ നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാം, അപ്പൊ വൈറലാവാണ്. നേരത്തെ തന്നെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുട്ടിയോട്ട് ഞാൻ യാതൊരു അങ്ങനെ ആ ടൈമിൽ മാത്രമാണ് ഫ്രണ്ട്ഷിപ്പ്. ഇപ്പൊ
വിളിക്കാറുമില്ല, മെസ്സേജ് ഞാൻ ഇങ്ങനെ ഫോട്ടോ പോയി എടുക്കണതിലേ വേറൊരു കാര്യം കൊണ്ട് ഇവനിപ്പോ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞില്ലേ, ഇവന് നമ്മളിപ്പോ വേറെ ആൾക്കാർക്കൊക്കെ ഇതേ ഡാൻസ് കളിക്കുമ്പോഴൊക്കെ ഞാനും കളിച്ചിട്ടുണ്ട്. അത് സാഹചര്യങ്ങൾ ഇപ്പൊ ഉണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടൂലല്ലോ ഇവനെ ഇങ്ങനെ ഇന്നാളും പോയി ഡാൻസ് കളിക്കുമല്ലോ, എന്തായാലും കല്യാണം നോക്കണമെന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇപ്പൊ നമ്മൾ കല്യാണം കഴിച്ചു ഓക്കെ, ഇപ്പൊ നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടി ഈ പോണത് കൊണ്ട് ആ വേറെ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോണത്, അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടുവാ. അത് ഞാൻ പറഞ്ഞു പല പ്രാവശ്യം കൊടുക്കുന്നുണ്ട്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവട്ടെ അല്ലേ. ഇപ്പൊ അലിൻ എന്തായാലും കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് നിൽക്കല്ലേ അല്ലേ? ഭയങ്കര ആഗ്രഹമൊന്നുമില്ല, ഇല്ലേ? കല്യാണം അത് മറ്റുള്ളവർക്ക് നമ്മളെ കളിയാക്കുന്ന കൊണ്ട് അതൊരു ആഗ്രഹമായി വളർന്നു. അല്ലാണ്ട് എനിക്കൊരു ഭാര്യ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ടോക്കില്ല. കാരണം എനിക്ക് 24 ആയിട്ടുള്ളു. കാരണം എന്നെക്കാലം മുതിർന്ന 25ഉം 26ഉം ഉള്ള എന്റെ കുറച്ച് കസിൻസ് ബ്രദേഴ്സ് കല്യാണം കഴിഞ്ഞിട്ടില്ല. അതും കോടികളെ ആസ്തിയുണ്ട് അവന്റെ ഒക്കെ പേരിൽ സ്വന്തമായിട്ട് തന്നെ. അവര് കെട്ടിയിട്ടില്ല. പിന്നെ നമ്മള് ഫെയിം ഉണ്ടാക്കി അത്യാവശ്യം ജീവിക്കാനുള്ള സ്വന്തമായിട്ട് ഡേ ടു ഡേ ലൈഫിൽ വേണ്ട വരുമാനം വേണ്ട. അതെ, അപ്പൊ നിനക്ക് അങ്ങനെ വലിയ ആഗ്രഹമില്ല. അപ്പൊ അച്ഛൻ പറ, അലിൻ ഇപ്പൊ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്തൊക്കെ ഗുണങ്ങൾ ആ പെൺകുട്ടിക്ക് വേണം? ഇവളും കല്യാണം കഴിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോഴേ ഒരു പക്വത ഇവനേക്കാലേ അല്ല അല്ലേ എന്നും പറ്റിയൊരു പക്വത കൂടുതലായിട്ടെ ഉള്ളൊരു പെൺകുട്ടി ആയിരിക്കണം. നല്ല കെയർ ചെയ്ത് ഇവനെ കൊണ്ടുപോകാൻ അല്ല ഇവനെ കെയർ ചെയ്തിട്ടെ കുറച്ചൊക്കെ ഇങ്ങനെ കെയർ ചെയ്തിട്ടുള്ള കുട്ടികളായിരിക്കും. ഈ മൂത്ത കുട്ടികളായിരിക്കും എന്തായാലും ഇവര് എന്തായാലും വയസ്സും മൂത്തതല്ല പ്രശ്നം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ. നിനക്ക് വയസ്സിന് മൂത്ത കുട്ടികളെയാണോ ഇഷ്ടം? എന്തായാലും ഇതാ പറഞ്ഞത്. അപ്പൊ പറയണതേ എനിക്ക് ഇപ്പൊ 24 ആണല്ലോ, അടുത്ത മാർച്ച് 25 വയസ്സാവും. അപ്പൊ പുള്ളി പറയണത് 5 വയസ്സ് മൂത്ത പെണ്ണിനെ കടിച്ചു തരാന്നൊക്കെ പറയണ പുള്ളി. അല്ല ഇവനങ്ങനല്ല ഞാൻ പറഞ്ഞതേ. കാരണം മറ്റുള്ള വൈബുകള് എന്നേലും പ്രായം കുറഞ്ഞ ആൾക്കാരും എന്റെ പ്രായക്ക ആൾക്കാരും അക്സെപ്റ്റ് ചെയ്യില്ല. ഒരു 3-4 വയസ്സ് കൂടുതലുള്ള ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് പുള്ളി പറയണത്. പിന്നെ വേറെ എന്താ ഗുണം? എന്താ ആരുടെ ഇവന്റെ ഗുണമാ? അല്ല പെണ്ണിന്റെ ഗുണം. പെണ്ണിന്റെ ഗുണം എന്ന് പറയുമ്പോ ഇപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പാചകമല്ല. ഇപ്പൊ ഇവന് ചെറിയ ജോലിയൊക്കെ ഉണ്ടെങ്കില് ഇവനാ ജോലി കറക്റ്റ് അല്ലേ സോഷ്യൽ മീഡിയ സിനിമ ജോലിയുള്ള മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഇവന് വീടും സൗകര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ എല്ലാം ചെറിയ രീതിയിലുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയൊരു ജോലിയുള്ളൊരു പെൺകുട്ടിയാണെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ, ജോലിയുള്ളൊരു കുട്ടിയായിരിക്കും. അപ്പൊ പിന്നെ ഇവന് അത്യാവശ്യം ഇപ്പൊ എന്ന് പറഞ്ഞാ ഇപ്പൊ സൗന്ദര്യത്തിനോട് നമ്മൾ ഇവനും അത്ര വലിയ പറയുമെങ്കില് നേരത്തെ കറുപ്പ് വെളുപ്പം എന്നൊക്കെ പറ അങ്ങനെയൊന്നും ഇല്ല. എങ്ങനത്തെ കുട്ടിയാലും ഓക്കെയാണ് ഇപ്പൊ ഇവന്. ഇവൻ നേരത്തെ വെറുതെ പറഞ്ഞേ അത് പറഞ്ഞിട്ട് വയറിലാക്കും ആൾക്കാർ. കറുപ്പിന് ഇഷ്ടമില്ല വെളുപ്പിന് ഇഷ്ടം എന്നൊക്കെ പറയും. ഇവനങ്ങനെയുള്ള വിചാരമൊന്നും ഇല്ല. ആ കാര്യത്തിൽ ഓക്കെയാണ്. വേണ്ട, കറുത്താലും വെളുത്താലും പ്രശ്നമല്ല. അങ്ങനെയാണോടാ? പിന്നെ സാമ്പത്തിക ശേഷിയെ വീട്ടിലിപ്പൊ നമുക്ക് ജോലി ചെയ്യാൻ പറഞ്ഞില്ലേ, അവരുടെ ഒന്നും നമ്മ മോഹിക്കുന്നില്ല. നമുക്കിപ്പോ സ്വന്തമായിട്ട് ഇപ്പൊ 9 സെന്റ് സ്ഥലം കൊച്ചിയിലുണ്ട്, തൈക്കാശ്ശേരി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ ഒരു 3-4 മാസത്തിനുള്ളിൽ സ്വന്തമായിട്ട് ഒരു വാഹനം കാർ വാങ്ങാനുണ്ട്, പ്ലാനിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലൈഫ് സെറ്റില. പിന്നെ നമുക്ക് ഭാര്യ അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് നമുക്ക് വരുമാനം മേടിച്ചിട്ട് ജീവിക്കണ്ട, അതെനിക്ക് താല്പര്യമില്ല. പിന്നെ എന്റെ അമ്മയോട് പറഞ്ഞേക്കണത് അമ്മ ഒരിക്കലും ഒരു പദ്രാളി ആകരുതെന്ന് പറയാറുണ്ട്. കാരണം അമ്മയമ്മ പോരെ, അതെനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് കല്യാണത്തിന് വരുമ്പോ പേടിക്കുന്നത്. ഇവനെ സീരിയലാണെന്നുകൊണ്ട്. പിന്നെ ഇവനെ ഇഷ്ടപ്പെട്ടെ ഇപ്പൊ ഇവൻ വൈറലായ ഒരാളാണ്. ഇവനെ പറ്റി ആൾക്കാർ പറഞ്ഞു ഒരു പെണ്ണോടെ ഇതാണ് നിന്റെ ചെക്കൻ ഇന്നതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മളൊരു കല്യാണക്കാരായിട്ട് എവിടെയെങ്കിലും ചെല്ലുകയാണ്, അപ്പൊ ഈ ചെക്കൻ്റെ എന്താന്ന് പറയണത് കൊടുക്കണമല്ല, ഇന്ന ചെക്കനാണ്, ഇന്ന സ്ഥലത്താണ് വീട് എല്ലാം പറഞ്ഞു ലാസ്റ്റ് ചെക്കൻ്റെ വ്യാരി പറയണമല്ല. അതെ, അത് ശരിയാ. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ട ഗുണങ്ങൾ അല്ലെ. ലോറൻസ് അങ്കിൾ ഇപ്പൊ ഒരു 10-18 വർഷമായില്ലേ പുറത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, ഇപ്പൊ വീടൊക്കെ റിനോവേറ്റ് ചെയ്യുന്നു. അപ്പൊ അലിന് തോന്നിയിട്ടില്ല അച്ഛൻ ഇത്രയും വർഷമായിട്ട് പ്രായമായിട്ട് കഷ്ടപ്പെടുകയാണ്, ഫാമിലി നോക്കാണ്, അച്ഛനെ സഹായിക്കണം തോന്നിയിട്ടില്ലേ? ഇത്രയും വർഷമായിട്ട് ഗൾഫിൽ നിൽക്കുമ്പോഴേ മകനെ കേട്ടണോന്ന് ഇപ്പൊ ഈ അടുത്തെ എനിക്ക് 18 വയസ്സായപ്പോ ഞാൻ ചോദിച്ചു. അപ്പോൾ 18, 19, 20 ആ വയസ്സുകളൊക്കെ ആണ് ഈ ചെറുപ്പം തിളച്ചിരിക്കുന്ന ടൈം. അപ്പൊ ആ തിളപ്പ് മാറ്റാൻ വേണ്ടിയാണ് ജോലി ഞാൻ ചോദിച്ചത്. മനസ്സിലായോ? കൂടെ നിർത്തിയെങ്കിലേ
അപ്പൊ അപ്പൻ തന്നില്ല. മനസ്സിലായോ? എന്താ എന്ന് പറഞ്ഞാൽ ഇവനെ ഉത്തരം പറഞ്ഞു കൊടുക്കും. ഉത്തരം പറയാനല്ലേ, ഉത്തരവല്ലേ പറയണത്. ഇവനിപ്പോ നമ്മൾക്ക് വെറുതെ ഗൾഫിലേക്ക് പോയിട്ട് കാര്യമില്ല അല്ലേ. നമ്മൾ എന്തെങ്കിലും ജോലി ഇപ്പൊ ജോലിക്കാൻ പോണെങ്കിൽ എന്തെങ്കിലും ജോലി ടെക്നിക്കായിട്ട് പഠിച്ചിട്ട് വേണം പോകാനാണ് അല്ലേ, അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അല്ലെ നമ്മ ഏത് ഗൾഫിൽ നാട്ടിൽ പോയാലും ഹെൽപ്പറായി അല്ലേ, പ്രയോജനം ഇല്ല. ഇപ്പൊ എന്താ നീ ജോലിക്ക് പോവാത്ത? അപ്പൊ ഇപ്പൊ ബേസിക്കലി വൈറലായതിനു ശേഷം അതാണ് പോയിന്റ്. കാരണം 2022 ചോദിച്ചത്, 23 25 ചോദിച്ചത്. ഈ ഇയറിൽ ജനുവരി കഴിഞ്ഞിട്ടാണ് ചോദിച്ചത്, നിനക്കൊരു ജോബ് വേണോ, ഞാൻ റെക്കമെൻഡ് ചെയ്യട്ടെ ഗൾഫിൽ. വേണ്ട എന്ന് പറഞ്ഞു. എന്തെന്നറിയോ, ഇപ്പൊ ഇത്രയും ഫെയിമിൽ നിൽക്കുന്നു. ഇപ്പൊ നമ്മളെ കൊണ്ട് പലപ്പോഴും സ്കൂളിൽ പഠിക്കുമ്പം വരെ ഈ മിമിക്രി ചെയ്യിപ്പിക്കും വെറുതെ ഒക്കെ അറിയാവുന്നതുകൊണ്ട്, ഞാൻ ഇങ്ങനെ ആക്ടിവിറ്റി ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ അങ്ങനത്തെ ഗെയിമുകള് ഈ ജോലി സ്ഥലത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ദേഷ്യം വന്നപ്പോ എന്നെ പിടിച്ചിട്ടാവില്ല, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ, ജോലിക്കായിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഇപ്പൊ ഗൾഫ് എനിക്ക് കാണണമെന്നുണ്ട് ഉള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം ഇപ്പൊ ഒരുപാട് പേര് എന്നെ ഗൾഫിലെ പ്രോഗ്രാം എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആറട്ടനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആറട്ടനോടും ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തത്, അണ്ണാ ഞാനും 1 ലക്ഷം ഇടാം, അങ്ങനെ 1 ലക്ഷം ഇട്, നമുക്ക് ടിക്കറ്റ് എടുത്ത് ഗൾഫിൽ പോവാം. ടിക്കറ്റ് എടുത്ത് വിസ എടുത്ത് കഴിഞ്ഞാൽ ഗൾഫിൽ വിസിറ്റിംഗ് വിസക്ക് പോകാം. കാരണം നമുക്ക് ബേസിക്കലി വലിയ കേസൊന്നുമില്ല, അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പുള്ളിക്ക് കുറ്റം ഉണ്ടെങ്കിലും പോലീസ് പറഞ്ഞിട്ട് പോയാൽ മതി. മനസ്സിലായോ? നമുക്ക് ജോലിയായിട്ട് പോയിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ വിസിറ്റിംഗ് ആയിട്ട് ബഹറിലും ദുബായിലും അമേരിക്കയിലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് പോകാനായിട്ട്. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്നുണ്ട്, അലൻ ഭയങ്കര നിമിഷകവിയാണ്, പെട്ടെന്ന് പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നു. അപ്പൊ ഇത്ര സമയം എന്റെ കൂടെ സംസാരിച്ചില്ലേ, എന്നെ പറ്റി ഒരു കവിത. എന്തൊരു സുന്ദരിയാണ് സൂര്യക്കുട്ടി, പണ്ഡിത്ത് സ്റ്റാർസിലെ ആങ്കറല്ലേ, അടിപൊളിയാണല്ലോ, കണ്ടാലും ശ്വേതാമേനോന്റെ ലുക്കാണല്ലോ, അടിപൊളിയല്ലേ, സൂര്യ സുന്ദരിയല്ലേ, മിടുക്കിയല്ലേ, ഡയമണ്ട് നെക്ലസ് പോലെയല്ലേ ലുക്ക്. പോരെ? എന്റെ അച്ഛനും സൂര്യ നീ സൂര്യ 1-ാം നമ്പർ, സൂര്യനെ പോലെ നീ ശോഭിതയാണല്ലോ, തിളങ്ങുന്നല്ലോ നിന്റെ സുന്ദരമായ ഈ മുഖം, സൂര്യ സൂര്യനെ പോലെ തിളങ്ങുന്നല്ലോ. അച്ഛൻ സ്കോർ ചെയ്തോ. ഒരു പാട്ട് പാടാ അല്ലേ അവസാനമായിട്ട്? സൂര്യ സൂര്യ നീ 1-ാം നമ്പർ, ഇന്റർവ്യൂലും ജീവിതത്തിലും 1-ാം നമ്പർ, തരികിടയല്ല ചിരിമണിയല്ല, ജീവിതം ഒന്നായാലും സൂര്യക്കിത് 1-ാം നമ്പർ അല്ലേ.